അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ തേച്ച് കഴുകുന്നത് എന്തോന്ന് വെച്ചിട്ടാണെന്ന്. വേറെ ഒന്നുമല്ല, നമ്മളെ വിറകടുപ്പിൽ ചാരം വെച്ചിട്ട് തന്നെയാണ് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകുന്നത്. അപ്പോൾ അതിനകത്ത് കിടക്കുന്ന കട്ട കരിയൊക്കെ ഒന്ന് ഇടഞ്ഞ് മാറ്റിയതിന് ശേഷം പൊടി ഇതുപോലെ എടുത്ത് വെച്ചിരിക്കും കേട്ടോ. പൊടി എടുത്തിട്ട് ഇതുപോലെ ചകിരിയും വിമ്മിൻ്റെ സോപ്പും കൂടെ വെച്ചിട്ട് തന്നെയാണ് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകുന്നത്. സ്റ്റീലിൻ്റെ പാത്രങ്ങളിലുള്ള കറകളൊക്കെ മാറ്റണമെങ്കിൽ ചാമ്പലും അതുപോലെ തന്നെ വിമ്മിൻ്റെ സോപ്പും കൂടെ വെച്ചിട്ട് നമ്മൾ തേച്ചാൽ മതി. അതിനകത്തുള്ള ചായയുടെ കറയൊക്കെ പിടിച്ചിരിക്കുമല്ലോ. ഡെയിലി ചായ ഇടുമ്പോൾ ചില പാത്രങ്ങളിലൊക്കെ കറകളൊക്കെ കാണും. അതുപോലെ കുപ്പി പൊട്ടുന്ന കുപ്പി ഗ്ലാസ്സിലൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഇതേ കണക്ക് ചാമ്പലും സോപ്പൊക്കെ വെച്ചിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്കുള്ള കറയും അഴുക്കുമൊക്കെ മാറ്റാനായിട്ട് പറ്റും. സ്റ്റീലിൻ്റെ പാത്രങ്ങൾ രാവിലെ ഞാൻ കഴുകി മാറ്റിയായിരുന്നു. അപ്പോഴെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. പിന്നീട് മോളെടുത്ത് ഇത്തിരി വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അവൾ വന്ന് എനിക്ക് വീഡിയോ എടുത്ത് തന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി മാവിൻ്റെ അതുപോലെ ദോശയുടെയൊക്കെ റെസിപ്പിയൊക്കെ ഇടണമെന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഇടാനായിട്ട് പറ്റത്തുള്ളൂ. മിക്സി കംപ്ലൈൻ്റ് ആയിപ്പോയി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ തേച്ച് കഴുകുന്നതിൻ്റെ ഒരു വീഡിയോ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ. മറ്റത് ഞാൻ കാപ്പി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ അല്ലേ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കാപ്പി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത്. അപ്പോൾ മിക്സി ഒരു ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇടാം. പിന്നെ പൈപ്പിൻ്റെ മൂട്ടിൽ ഇതുപോലെ നമ്മളെല്ലാം ഒന്ന് കഴുകി പാത്രമൊക്കെ എല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ ഇതുപോലെ വെള്ളം ഒഴിച്ച് നല്ല രീതിക്ക് തന്നെ ചൂല് കൊണ്ട് കഴുകി കളയും കേട്ടോ. അപ്പോഴത്തേക്ക് ആ കരിയും പിന്നെ പായലും എല്ലാം കുറേയൊക്കെ അങ്ങ് മാറ്റാനായിട്ട് പറ്റും. പിന്നെ ഒരുപാട് പറ്റിപ്പിടിച്ചിരിക്കുന്ന പായലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാലേ അത് മാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ബ്ലീച്ചിങ് പൗഡർ മേടിച്ചുകൊണ്ട് വന്നാലേ ഉള്ളൂ. അപ്പോൾ അതില്ല. അപ്പോൾ തൽക്കാലം രാവിലെ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകിയിട്ട് ഡെയിലി ഞാൻ ഇതുപോലെ ചൂല് കൊണ്ട് വെള്ളം ഒഴിച്ച് തന്നെ കഴുകുന്നു. പിന്നെ പൈപ്പിലൊക്കെ ഇതുപോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇതുപോലെ നമ്മൾ പാത്രമൊക്കെ തേച്ച് കഴുകുമ്പോഴത്തേക്ക് എൻ്റെ കരിയൊക്കെ തെറിക്കുമല്ലോ. അപ്പോൾ കരി തെറിക്കുമ്പോഴത്തേക്ക് സോപ്പും ചാമ്പലൊക്കെ വെച്ചിട്ട് ഞാൻ നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കഴുകുമ്പോഴത്തേക്ക് പൈപ്പും വൃത്തിയായിട്ട് കിടക്കും. പൈപ്പിൻ്റെ ചുവട്ടിലൊക്കെ ഉള്ള അഴുക്കൊക്കെ എല്ലാം മാറ്റാൻ പറ്റും. പിന്നെ കയ്യിലുള്ള കരിയെല്ലാം ഇതുപോലെ സോപ്പിട്ട് കഴുകുമ്പോഴത്തേക്ക് കരിപ്പാത്രം കഴുകിയതല്ലേ, അപ്പോൾ നല്ല രീതിക്ക് തന്നെ വൃത്തിയാക്കാനായിട്ട് പറ്റും കേട്ടോ. കയ്യിൽ കരിയോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും പുറത്തുള്ള ജോലിയൊക്കെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല മഴക്കോളുണ്ട് കേട്ടോ. അപ്പോൾ മഴയ്ക്ക് മുമ്പേ തന്നെ പുറത്തുള്ള ഇതൊക്കെ തീർത്ത് കഴിഞ്ഞ് നമുക്ക്, കാരണം പിന്നെ മഴ പെയ്താൽ പുറത്തിറങ്ങി പാത്രങ്ങളൊന്നും തേച്ച് കഴുകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ തന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്നത്. അത് മാത്രമല്ല, രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്ന് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി ഒതുക്കി വെച്ച് രാവിലെ അടുക്കളയിലുള്ള ഒരു ജോലി അങ്ങ് തീരും. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അടുപ്പിൽ തീ കത്തിക്കാനോ ബാക്കിയുള്ള ജോലിയൊക്കെ ചെയ്യുമ്പോൾ വലിയ ഒരു പാടായിട്ട് നമുക്ക് തോന്നത്തുമില്ല കേട്ടോ. അപ്പോൾ ചോറായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചരിച്ച് മാറ്റിയതിന് ശേഷം എനിക്ക് ഈ അടുപ്പിൽ തന്നെയാണ് ഞാൻ മീൻ കറിക്ക് വെക്കുന്നത്. അപ്പോൾ മീൻ അരച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. കാരണം മോളാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നതെങ്കിലും ആ ഒരു സൈഡിൽ മൊബൈൽ വെക്കാനോ അവിടെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അരയ്ക്കുമ്പോഴത്തേക്ക് അവിടെ ഒരാൾക്ക് നിൽക്കാനുള്ളൊരു സ്ഥലമുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.